ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാനീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയിലയും തുമരപ്പരിപ്പും ചേർത്ത തോരനാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാം. അതിനാവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ 1 ടീസ്പൂൺ മട്ടയരി, കടുക് വറക്കുന്നതിന് പകരം മട്ടയരിയാണ് ചേർക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് തോരന്. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കണം. ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കഴുകി അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങയില കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. BP കൂടുതലായിട്ട് നിൽക്കുന്നവർക്കും മുടി വളരുന്നതിനും ഒക്കെ മുരിങ്ങയില നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുരിങ്ങയില നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി ഒരു 2 സെക്കൻഡും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മുരിങ്ങയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ആവി കൂടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 2 സെക്കൻഡും കൂടെ നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു ചെറിയൊരു ആവിയും കൂടെ കൊള്ളിക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, കമൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയായി വീണ്ടും കാണാം. ബൈ ബൈ.